നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ രാഹുലിന് മാധ്യമങ്ങൾ ചെയ്തു നൽകിയ ഉപകാരസ്മരണയായി തിരികെ രാഹുൽ നൽകിയത് ആ മാധ്യമ പ്രവർത്തകർക്കിടയിലെ ഒരു ചെറുപ്പക്കാരിക്ക് ഗർഭമുണ്ടാക്കിക്കൊണ്ടാണ്. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഷോക്കേറ്റ് മരിച്ച, നമ്മുടെ ആശുപത്രികളിൽ അമ്മമാർ കെട്ടിടം ഇടിഞ്ഞു മരിച്ച സാഹചര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്ത് പാർട്ടിയും സർക്കാരും ഒരുപോലെ പ്രതിരോധത്തിലായ സാഹചര്യത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസർപ്പക കഥകളെ ഉപയോഗിച്ചുകൊണ്ട് CPM പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, സർക്കാർ അതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ മാധ്യമങ്ങളിൽ നിന്ന്? നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ വിഷയങ്ങൾ കുന്നോളം കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കടക്കാനാവാത്ത വിധത്തിൽ ചില സംവിധാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സർക്കാരും പ്രതിപക്ഷവും. ലൈംഗിക ആരോപണങ്ങളും വിഴുപ്പലക്കലുമായുള്ള ഈ പോക്ക് എങ്ങോട്ടാണ്? രാഷ്ട്രീയ വിഷയങ്ങൾ ഒളിച്ചുവെക്കാൻ, രാഷ്ട്രീയ വിഷയങ്ങൾ വഴിതിരിച്ചുവിടാൻ ഉള്ള ഈ നീക്കം ആർക്കു വേണ്ടിയാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? പരിശോധിക്കാം. എനിക്കൊപ്പം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് ചേരുകയാണ്. ഗോകുൽ, സ്വാഗതം. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തതൊക്കെ. നല്ലതാണ്. പക്ഷേ ഈ ഒരു തിടുക്കം മുൻപൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല. CPMന്റെ പല MLAമാർ, CPM നേതാക്കൾ, ഇവർക്കെതിരെയൊക്കെ ഇതുപോലെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും വരുമ്പോൾ ഇല്ലാത്ത ആ ഒരു തിടുക്കം എന്തുകൊണ്ടായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക? അത് ഈ പറയുന്നത് പോലെ സ്ത്രീ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പല സംരക്ഷണങ്ങളും വേണ്ടി വരും, പല വിഷയങ്ങളിലും. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ അങ്ങനെ ആവാനല്ലേ വഴി? ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ മാങ്കൂട്ടത്തിനെ, രാഹുലിനെ സാങ്കേതികതയുടെ പേരിൽ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത്, മുമ്പ് ഈ നിയമസഭയിൽ തന്നെ 140 MLAമാരിൽ ഒരാളായിട്ടുള്ള ഈ പറയുന്ന മുകേഷ്, CPMന്റെ കൊല്ലത്തെ MLA മുകേഷിനെതിരെ കേരളത്തിലെ ഒരു നടിയാണ്, ഒരുപാട് നടിമാരാണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കണം. നടിമാർ നിരന്തരമായി ലൈംഗിക ആരോപണം അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയും പോലീസ് കേസെടുക്കുകയും ഈ നടിമാർ തന്നെ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ഇദ്ദേഹത്തിനെതിരെ FIR ഇട്ടപ്പോൾ കേസ് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ മുകേഷിനെ ഒരു രീതിയിലും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിട്ടുകൊടുക്കാതെ മുകേഷിനെ സംരക്ഷിക്കുകയാണ് CPM. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ കോവളം MLA ആയിട്ടുള്ള വിൽസന്റിനെതിരെ ഇതേ സമാനമായിട്ടുള്ള ആരോപണം ഉയർന്നു വരികയും വിൽസന്റ് അഴിക്കുള്ളിൽ ജയിലിൽ കിടന്ന സാഹചര്യം MLA ആയിരിക്കുമ്പോൾ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉള്ളപ്പോൾ കേസെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സാങ്കേതികതയുടെ നൂലിൽ കടിച്ചു തൂങ്ങാനുള്ള സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം ഈ വിഷയം ലൈവായി നിർത്തിക്കൊണ്ട് CPMന്റെ രാഷ്ട്രീയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അപസർപ്പക കഥകൾ ലൈവായി കേരളത്തിലെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ സമൂഹത്തിലും നിർത്തിക്കൊണ്ട് കേരളത്തിലെ LDF സർക്കാരിനെതിരെ കഴിഞ്ഞ ആഴ്ചകളിൽ ഗുരുതരമായി വന്ന ആരോപണങ്ങളെയും ആക്രമണങ്ങളെയും ചെറുക്കുക, അതിനെ വിസ്മൃതിയിലേക്ക് പറഞ്ഞു വിടുക, ജനങ്ങളുടെ മനസ്സിൽ നിന്ന്, ജനങ്ങളുടെ ചിന്തകളിൽ നിന്ന്, ജനങ്ങളുടെ വർത്തമാനങ്ങളിൽ നിന്ന് ആ വിഷയങ്ങളെ ആകെ തന്നെ മാറ്റുക എന്ന് പറയും. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ HOD ആയിട്ടുള്ള, വകുപ്പ് മേധാവിയായിട്ടുള്ള ഡോക്ടറുടെ വെളിപ്പെടുത്തലും അതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഗോകുൽ, അതിലൊക്കെ അപ്പുറത്ത് ഒരു കത്ത് വിവാദമുണ്ട്. അതെ, CPMനെ ഏറ്റവും കൂടുതൽ മറക്കേണ്ടത് അതാണ്. അതെ, ഇവിടെ അത് ഏറ്റവും ഒടുവിൽ അല്ലേ, ഏറ്റവും ഒടുവിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ, സാധാരണ പാർട്ടി സെക്രട്ടറിമാർക്കെതിരെയൊന്നും അങ്ങനെ ഈ സാങ്കേതികമായ കത്താരോപണങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഇവിടെ ഒരു വിദേശ മലയാളിയുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് ഇടപെടൽ, ഒരു സംസ്ഥാന സെക്രട്ടറിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും അയച്ച, ഒരു പരാതിക്കാരൻ അയച്ച കത്ത് ഒരു ജുഡീഷ്യൽ എവിഡൻസ് ആയി, ഒരു നിയമ സംവിധാനത്തിനകത്തുള്ള ഒരു തെളിവായി കോടതിയിൽ ഹാജരാക്കപ്പെടുകയാണ്. അപ്പോൾ സംസ്ഥാന CPMന്റെ അന്തഃപുരങ്ങളിൽ നിന്ന് പോലും അവർക്ക് കിട്ടുന്ന പരാതികൾ ചോർന്ന് അത് പരസ്പരം വിഴുപ്പലക്കകളിലേക്ക് എത്തുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്.
അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ തന്നെ വരുന്ന ആരോപണം, മകനാണ് അത് ചോർത്ത് നൽകിയതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. ആളുകൾ അതിന്റെ പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ CPIM സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയും അഴിമതിയും ദുർഭരണവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഷോക്കേറ്റ് മരിച്ച, നമ്മുടെ ആശുപത്രികളിൽ അമ്മമാർ കെട്ടിടമിടിഞ്ഞു മരിച്ച സാഹചര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്ത് പാർട്ടിയും സർക്കാരും ഒരുപോലെ പ്രതിരോധത്തിലായ സാഹചര്യത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസർപ്പക കഥകളെ ഉപയോഗിച്ചുകൊണ്ട് CPM പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, സർക്കാർ അതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കാര്യമായി സംശയിക്കേണ്ടി. തീർച്ചയായും അതൊരു സംശയാസ്പദമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത്. ഇപ്പോൾ ഈ രാഹുലിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? അതിൽ പരാതിയില്ല, FIR ഇല്ല, അതുകൊണ്ടൊക്കെയാണല്ലോ പോലീസിനും അത് കേസെടുക്കാനോ ഒന്നും കഴിയാതെ വന്നത്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിന് എന്താണ് ചെയ്യാനാവുക ആ കാര്യത്തിൽ? അല്ല, ഇവിടെ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. അത് അവർ പരിശോധിക്കട്ടെ. അവർ പരിശോധിച്ച് നിയമപരമായി രാഹുലിനെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കേസെടുക്കുക തന്നെ വേണം. ഈ പറയുന്ന രീതിയിലേക്ക് സ്ത്രീകൾ, ഈ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച സ്ത്രീകൾ ധൈര്യപൂർവ്വം വന്ന് ഈ പറയുന്ന നമ്മുടെ നിയമ സംവിധാനത്തിന്റെ മുമ്പിൽ അവർക്കുണ്ടായ ദുരവസ്ഥ കൃത്യമായി തെളിവ് സഹിതം അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെടാൻ. പക്ഷേ ഗോകുൽ, ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതും നമ്മളൊക്കെ കേട്ടതാണ്. അത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ പേരില്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ ക്രൈംബ്രാഞ്ചിന് മുന്നിലും അവർ അവതരിപ്പിക്കുക? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത് ക്രൈംബ്രാഞ്ച് അവന്തിക, ഹണി ഭാസ്കർ എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ മൊഴിയെടുക്കും എന്നാണ് അറിഞ്ഞത്. അവർക്ക് പരാതിയില്ല. അവർക്ക് പരാതിയില്ലാതെ അവരുടെ മൊഴിയെടുക്കുമ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കഥ നമുക്ക് മുന്നിലുണ്ട്. അതിലും 38ഓളം ആളുകളുടെ മൊഴിയെടുത്തതാണ്. പക്ഷേ അവർ പരാതിയില്ല, ഞങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് മടക്കേണ്ടി വന്നു. അതേ ഒരു അവസ്ഥ തന്നെയല്ലേ ഈ കേസിലും ഈ അന്വേഷണ സംഘത്തിനും ചെയ്യേണ്ടി വരിക? ഇവിടെ അന്വേഷണ സംഘം അവരുടെ മുമ്പിൽ എത്തുന്ന പരാതികൾ മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അവർക്ക് വായുവിൽ നിന്ന് പരാതി എടുത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ പരാതി എങ്ങനെ എത്തും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസാനത്തെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ നമ്മൾ കണ്ടതല്ലേ? ഈ പരാതിക്കാരികളായിട്ടുള്ള ആളുകളോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥിരം ഡയലോഗ് എന്താ? നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്നാണ്. നിന്നെ കൊന്നുകളയാൻ എനിക്ക് എത്ര സമയം വേണം? നിന്നെ ചവിട്ട് വീഴ്ത്തും, കൊന്നുകളയും, ആക്രമിക്കും എന്ന രീതിയിൽ ഈ പരാതിക്കാരികളായിട്ടുള്ള ഇരകൾക്ക് അവരെ ഭീഷണിപ്പെടുത്തി പരാതികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഒരു MLAക്ക്, ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് അത്തരം ആരോപണങ്ങളെ എത്തരത്തിൽ മറച്ചു വയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ആരോപണങ്ങളുടെ മെറിറ്റും ഈ ആരോപണങ്ങളുടെ വസ്തുതയും പൊതുസമൂഹം കൃത്യമായി ചർച്ച ചെയ്ത കാര്യമാണ്. അതിലൊന്നും ആർക്കും തർക്കമുള്ള കാര്യമല്ല. ഇത് ഏതെങ്കിലും ഒരു ലൈംഗികമായ ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ വന്നതുപോലെ മാത്രമല്ല, നിരന്തരമായി പല രീതിയിൽ സ്വഭാവ വൈകൃതത്തിന്റെ ഭാഗമായി രാഹുൽ കാണിച്ചു കൂട്ടിയ എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും എണ്ണം പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ വന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ 4ാം തൂണം എന്ന രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അവർക്ക് കൃത്യമായ നീതി ലഭിക്കുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ രാഹുലിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഒരു ഗർഭചിത്രത്തിന് ഒരാളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം. അത് രാഹുലിൻ്റെ ശബ്ദമാണ്. അതല്ല അന്ന് രാഹുലോ രാഹുലിൻ്റെ പാർട്ടി പ്രവർത്തകരോ ആരും, നേതാക്കളോ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് അത് രാഹുലിൻ്റെ ശബ്ദം തന്നെയാണ്. പക്ഷേ ഇതിലും ഒരു ഇരയുടെ പരാതി വേണം. ആരെയാണോ പ്രേരിപ്പിച്ചത് ഗർഭചിത്രത്തിന്, ആ ഇര ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അവരുടെ ഒരു പരാതിയും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ഇപ്പോൾ പറഞ്ഞു സൈബർ വിദഗ്ധരടക്കമുള്ള ആളുകളെ വെച്ചൊരു ടീം ഉണ്ടാക്കും, ഒരു അന്വേഷണം മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച നടിയുണ്ട്, അല്ലെങ്കിൽ റിനി എന്നോ മറ്റോ ആണ് അവരുടെ പേര്, റിനി, അതുപോലെ അവന്തിക, അതുപോലെ ഹണി ഭാസ്കർ, ഇവരുടെയൊക്കെ മൊഴിയെടുക്കുമെന്ന് പറയുന്നു. ഒപ്പം ഈ ശബ്ദ സന്ദേശം കേട്ട സ്ത്രീ, അവരുടെ മൊഴി എങ്ങനെയാണ് എടുക്കുക? അവരാരാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഈ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഇപ്പോഴെങ്കിലും ഉണ്ടോ? ഇവിടെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത എനിക്കോ താങ്കൾക്കോ ഇല്ല. ഇത് നിയമ സംവിധാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പൊതുമധ്യത്തിൽ എത്തപ്പെടുമ്പോൾ
അത് സ്വാഭാവികമായി രൂപപ്പെടേണ്ട സാഹചര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഈ ആരോപണങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ആ ആരോപണങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇര എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? ഈ മാധ്യമങ്ങൾ, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. നമുക്കതിന് അറിവുള്ള കാര്യമല്ല. ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ രാഹുലിന് മാധ്യമങ്ങൾ ചെയ്തു നൽകിയ ഉപകാരത്തിന് ഉപകാരസ്മരണയായി തിരികെ രാഹുൽ നൽകിയത് ആ ആളുകൾ, മാധ്യമ പ്രവർത്തകർക്കിടയിലെ ഒരു ചെറുപ്പക്കാരിക്ക് ഗർഭമുണ്ടാക്കിക്കൊണ്ടാണ്. ഗർഭമുണ്ടാക്കുക മാത്രമല്ല, ആ ഗർഭചിത്രത്തിന് അവരെ പ്രേരിപ്പിച്ച് അവരെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയാണ്. അപ്പോൾ ഇത് മാധ്യമ മേഖലയിൽ മാധ്യമങ്ങൾക്ക് കൂടിയുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ്. കാരണം മാധ്യമങ്ങൾ ഇത്തരത്തിൽ കള്ളനാണയങ്ങളെ ചാനൽ മുറികളിൽ കൊണ്ടിരുത്തി വലുതാക്കി അവരെ വലിയ സംഭവമായി അവതരിപ്പിച്ച് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ജനപ്രതിനിധികളാക്കി അവരെ നേതാക്കന്മാരാക്കി മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിൽ, ചില മാധ്യമങ്ങൾ, എല്ലാവരും അല്ല, ചില മാധ്യമങ്ങൾ പല ഘട്ടത്തിലും ഇത്തരം പൊള്ളയായിട്ടുള്ള ആളുകളെ, ഇത്തരം അസാൻമാർഗിക രീതിയിൽ ജീവിക്കുന്ന, ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള ആളുകളെ ഇത്തരത്തിൽ പോറ്റി വളർത്തി ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഇരയായി മാറുന്നത് അവർ കൂടിയാണ്, അവർ പ്രദാനം ചെയ്യുന്ന മേഖല കൂടിയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകണ്ട. അതോടൊപ്പം തന്നെ രാഹുല് കൃത്യമായി ഈ വിഷയത്തിൽ മറുപടി പറയണം. 140 MLA-മാർക്കിടയിൽ നിന്ന് രാഹുലിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന കോൺഗ്രസ് അയാളെ ഒഴിവാക്കി, കോൺഗ്രസിൽ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഉത്ഭവം മുതൽ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് അധികാരത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ രാജ്യത്തെ കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ടായ ഒരു DNA-യുടെ, കോൺഗ്രസിന്റെ DNA-യുടെ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ കോശമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ കഥകളൊന്നും നമുക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തീരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓരോ നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ തന്നെ വന്നിരുന്നു പരസ്പരം ചെളിവാരി എറിയുകയും വീഴുപ്പലക്കുകയും ചെയ്തതിന്റെ എല്ലാം ഈ പറയുന്ന പബ്ലിക് ഡൊമൈനിൽ നമുക്കുള്ള കാര്യങ്ങളാണ്.